ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് വേൾഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ സ്നാക്സ് ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ചിക്കൻ, എല്ലില്ലാതെ എടുത്തത്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. പിന്നീട് നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ. അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി 1 സ്പൂൺ അരിപ്പൊടി, 1 മുട്ട, 1 നുള്ള് ഉപ്പ്, പിന്നെ വറക്കാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ, കുറച്ച് ബ്രെഡ് പൊടിയും. ആദ്യം നമ്മൾ ഇറച്ചി ഇതേപോലെ ചരിച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത ഇറച്ചിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലകളെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. അതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പ്ലേറ്റിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അല്പം ഉപ്പും ഇട്ട് ഒരു എഗ് ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ അടിച്ച് പതപ്പിക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇത് കട്ട കെട്ടാതെ വേണം നല്ലതുപോലെ അടിച്ച് പതപ്പിച്ചെടുക്കാൻ. ഇനി നമുക്ക് ആ ബാറ്ററിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ആ ഇറച്ചിയിൽ ആ ബാറ്റർ പിടിക്കാൻ വേണ്ടിയാണ്. ബാറ്ററിലിട്ട് മിക്സ് ചെയ്ത ഇറച്ചി ഇനി നമുക്ക് ബ്രെഡ് പൊടിയിൽ ഇട്ട് ഇളക്കിയെടുക്കാം. നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാകാൻ വെച്ചു. അത് ഏകദേശം ചൂടായി, നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് വറുത്ത് കോരാം. ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് റെഡിയാകും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ ചിക്കൻ ഏകദേശം മൂത്തിട്ടുണ്ട്, നല്ല ക്രിപ്സി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ സ്നാക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. ഇത് കെച്ചപ്പും മയോണൈസും ഉപയോഗിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ കുഞ്ഞു മണിയിലൊന്ന് അമർത്താനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.